അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ, നമ്മളിൽ പല ആൾക്കാരും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ തീരാതെ കിടപ്പുണ്ട്. എനിക്ക് അനുഭവമുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഈ ഇസ്മ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അല്ലാഹു നമ്മുടെ ദിക്റുകളും ദുആയും സ്വീകരിക്കത്തുള്ളൂ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തഹജ്ജുദ് നിസ്കാരം പരമാവധി മുടക്കാതിരിക്കുക. അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസിപ്പിച്ച് പൊരുത്തം തേടുക. ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക. ഒളു ഉണ്ടായിരിക്കുകയും കിബിലയെ മുന്നിട്ടിരുന്ന് ചെയ്യുകയും വേണം. അല്ലാഹുവിലല്ലാതെ മറ്റൊന്നിലും അഭയം തേടാതിരിക്കുക. ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുക. നിസ്കാരം ഖളാ ഇല്ലാതെ നിർവഹിക്കുന്നവനാകുക. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഇസ്മിനെ ദിനംപ്രതി 7000 വീതം 7 ദിവസം ഓതിയാൽ ഹാജത്തുകൾ വീടപ്പെടും. തീർത്താൽ തീരാത്ത കടമുള്ളവർ പരിശുദ്ധമായ മനസ്സോടെ ദിനംപ്രതി 360 മുതൽ 1000 പ്രാവശ്യം വരെ മുടങ്ങാതെ ഓതി വന്നാൽ കടം തീരത്തക്ക സമ്പത്ത് അല്ലാഹു നൽകും. പക്ഷേ സംഭവം ആരോടും വെളിപ്പെടുത്തരുത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ വുളൂ ചെയ്ത് കിബിലയ്ക്ക് മുന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് വേണം ദുആ ചെയ്യാൻ. ഏതാണ് ആ ഇസ്മെന്നറിയണ്ടേ? യാ കബീറു അന്തല്ലാഹുല്ലദീ ലാ തഹ്തദിൽ ഉഖൂലു വസ്ഫി അളുമത്തിഹി. ഇൻഷാ അല്ലാ, എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.